സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ്. വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മന്നൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുക്കെടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനൊപ്പം 200 mg സ്വർണം സമ്മാനം. ഓരോ 50,000 രൂപയുടെ സ്റ്റഡഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം 400 mg സ്വർണം സമ്മാനം. കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ. ഈ ഓണം പൊന്നോണമാക്കൂ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. അനിയന്ത്രിത തിരക്ക് കാരണം പർച്ചേസ് ചെയ്യാൻ കഴിയാത്ത കസ്റ്റമേഴ്സിന്റെ താല്പര്യം പരിഗണിച്ച് മയൂരിയുടെ 2 days ഡേ ആൻഡ് നൈറ്റ് ഓഫർ 2 ആഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു. ഈ ഓണത്തിന് 10 കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മയൂരി നിങ്ങളെ വരവേൽക്കുന്നു. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് കിച്ചൺ അപ്ലയൻസസ് ഉപകരണങ്ങൾ ഇതിലും വില കുറഞ്ഞ് ലഭിക്കില്ല. ഇനി വർണ്ണങ്ങളുടെ ലോകത്ത് വിസ്മയമൊരുക്കാൻ നൗറ LED ടിവികൾ. കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ. IPS പാനൽ, QLED, ബാർ സൗണ്ട്, വോയിസ് റിമോട്ട്. നൗറ 4K റെസൊല്യൂഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 വർഷത്തെ വാറണ്ടിയും ഹോം സർവീസും ലഭ്യമാണ്. പൂവിളിയും പൂക്കളുമായി എത്തുന്ന പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കുമ്പോൾ ഈ ആഘോഷങ്ങളെ ധന്യമാക്കാൻ നൗറ LED ടിവികൾ ഇപ്പോൾ ആകർഷകമായ വിലകളിൽ ലഭ്യമാകുന്നു. ഏവർക്കും നൗറയുടെ ഓണാശംസകൾ. നൗറ LED TV, കണക്ടിംഗ് എക്സ്പീരിയൻസ്. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസിനെതിരെ കൂടുതൽ ആരോപണവുമായി അൻവർ MLA. ADGP MR അജിത് കുമാർ ക്രിമിനൽ കുറ്റവാളിയെന്ന് MLA. ADGP പ്രമുഖരുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തി. നിലമ്പൂർ MLA PV അൻവർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ADGP MR അജിത് കുമാർ, പത്തനംതിട്ട SP സുജിത് ദാസ് തുടങ്ങിയവർക്ക് നേരെ ഉയർത്തിയ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് BJP ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി തോമസ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സേവനങ്ങൾക്കുള്ള ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് DYFI ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തും HMCയും നടത്തുന്നത് പകൽ കൊള്ളയാണെന്നും ഫീസ് വർധനവ് പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും DYFI. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് തുടങ്ങുന്ന നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാതയിൽ നിലവിലെ 2 ക്രോസിംഗ് സ്റ്റേഷനുകൾക്ക് പുറമെ പുതിയ 2 എണ്ണം കൂടി സ്ഥാപിക്കാൻ നടപടി തുടങ്ങി. കുലുക്കല്ലൂരിലും മേലാറ്റൂരിലുമാണ് ഇവ വരിക. വാർത്തകൾ വിശദമായി. പോലീസിനെതിരെ കൂടുതൽ ആരോപണവുമായി അൻവർ MLA. ADGP MR അജിത് കുമാർ ക്രിമിനൽ കുറ്റവാളിയെന്ന് MLA. ADGP പ്രമുഖരുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട MR അജിത് കുമാർ കൊലപാതകം വരെ നടത്തിയതായി
SP സുജിത്തുമായി നടത്തിയ ഫോൺ സംഭാഷണ രേഖകൾ പുറത്തുവിട്ട് അൻവർ MLA. ഈ ചങ്ങാതിന്റെ ഒരു ഡാൻസ് സ്റ്റാഫ് ഉണ്ടല്ലോ, ഡാൻസ് സ്റ്റാഫ് അതൊക്കെ വരാൻ പോണുള്ളൂ. പക്ക ക്രിമിനൽസ്. പേരെന്താ? MDMA പിടിക്കുക. പണി എന്താ? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് തോന്നും എന്താണ് എന്നാ കസ്റ്റംസിനെ അങ്ങോട്ട് പിടിച്ചാൽ പോരെ. കസ്റ്റംസിനെ പിടിച്ചാലേ കുഴപ്പം എന്താ അറിയോ? അവിടെ കംപ്ലീറ്റ് CCTV ഒബ്സർവേഷനിലാണ്. ഒരു ബിസ്ക്കറ്റ് എന്നെടുത്ത് മാറ്റാൻ കഴിയില്ല. അപ്പോഴോ പുറത്തിട്ട് പോലീസ് ആ വണ്ടി വരുന്നു, ബ്ലോക്ക് ചെയ്യുന്നു, 2 പോലീസുകാർ അപ്പുറത്ത് ചാടി കയറുന്നു, വിടറാന്ന് പറയും. ഇവരെ കേന്ദ്രത്തേക്ക് പോവുക. അവിടെ നിന്നാണ് ചോദിക്കാനൊന്നുമില്ലല്ലോ, കൃത്യമായ പെട്ടിയുടെ ഏത് ഭാഗത്ത് എങ്ങനെ വെച്ചിരിക്കുന്നത്. 25 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 10 ബിസ്ക്കറ്റ് അവിടെ എടുക്കും. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് PV അൻവർ പറയുന്നത് കേട്ടോ. 50-60% അടിച്ചു മാറ്റും, ബാക്കി കസ്റ്റംസിന് കൈമാറും. എന്നും പിടുത്തം, കോടാനകോടി ഉറുപ്പിന്റെ സ്വർണം പിടുത്തം. കസ്റ്റംസ് പിടിച്ചാൽ ആർക്കൊന്നും കിട്ടൂല. അപ്പോ 60-70% അടിച്ചു മാറ്റി. അതിനൊരു സെറ്റപ്പ് സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും, ഈ പറയുന്ന ഡാൻസ് സ്റ്റാഫും, ഈ പറയുന്ന സുജിത് ദാസും, ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ MR അജിത് കുമാറും അന്വേഷിക്കട്ടെ. ഇതൊക്കെ അന്വേഷിക്കണമല്ലോ. MR അജിത് കുമാറൊക്കെ ജയിലിലേക്കാ പോണ പ്രിയ സുഹൃത്തുക്കളെ. സുജിത് ദാസ് പോകുന്ന സുജിത് ദാസിന്റെ വഴി സെൻട്രൽ ജയിലാണ്. ഒരു തർക്കവ കാര്യത്തിലില്ല. ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് P ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര സംഭവങ്ങൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയമാണിത്. മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതല്ലേ അരീക്കോട് സംഭവത്തിൽ. മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവിന് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ച് കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരൻ ചെയ്തത്. ഇതിൽ വലിയ ധിക്കാരെന്താ? ആർക്കതിന്റെ ഉത്തരവാദിത്തം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അവിടെയാണ് എന്റെ പ്രശ്നം. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് കൃത്യമായി പറയാൻ പറ്റുമല്ലോ. ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിലെ കാര്യമല്ല, ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ, അതിനാണല്ലോ അദ്ദേഹത്തെ ഇതൊക്കെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ തന്നെ എടുത്താൽ പൊന്താത്ത ലോഡുണ്ട്, നമുക്കറിയാലോ. അപ്പൊ ഞാൻ തുടക്കം മുതലേ പറയുന്ന വിഷയമാണ്. ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നതും അതിനുശേഷവും ഇത്രയും MLA ആയിട്ട് ഈ നിമിഷം വരെ എൻ്റെ പിതാവിന്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന് പാര വെക്കാനുള്ള ശ്രമം ഒരു മകൻ എന്ന നിലക്ക് അത് തടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഞാൻ നിർവഹിക്കുന്നത്. അത് ഏത് തലത്തിലേക്ക് പോയാലും. കൊല്ലിച്ചും നല്ല പരിചയമുള്ള ഗുണ്ടാ സംഘങ്ങളുള്ള വലിയൊരു ടീമിനോടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത്. എൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ ജീവനിലുള്ളിടത്തോളം സമയം പറയാലോ. ആ പറച്ചിൽ തന്നെയാണ് ഞാൻ തുടരുന്നത്. അപ്പം ഈ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ പാർട്ടി സംവിധാനവും ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇതിന് ആൻസർ പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയേണ്ടി വന്നത്. നിലമ്പൂർ MLA PV അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ADGP MR അജിത് കുമാർ, പത്തനംതിട്ട SP സുജിത് ദാസ് തുടങ്ങിയവർക്ക് നേരെ ഉയർത്തിയ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് BJP ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി തോമസ്. MLAക്ക് വധഭീഷണി ഉണ്ടെന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും അജി തോമസ് നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
നിലമ്പൂർ MLA ശ്രീ PV അൻവർ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ, പത്തനംതിട്ട SP സുജിത് ദാസ്, അതുപോലെ പോലീസിലെ മറ്റ് ചില ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. പല വിധത്തിലുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. PV അൻവർ എന്ന് പറയുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട പ്രത്യേകിച്ച് CPM-ന്റെ സ്വതന്ത്ര MLA. ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ 2ാം തവണയാണ്, 3 ദിവസത്തിനുള്ളിൽ 2 തവണയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആരോപണങ്ങളുമായി വന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞ് അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ബാധ്യതയുണ്ട്. അതിന് അദ്ദേഹം തയ്യാറാണ്. മാത്രമല്ല, അദ്ദേഹം നിലമ്പൂർ MLA ആയിട്ടുള്ള PV അൻവർ മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായി അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. ഒരു MLA, അതും ഭരണകക്ഷിയിൽപ്പെട്ട വളരെ ശക്തനായ ഒരു MLA തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമാണ്. ഇതിന് മറുപടി പറയാൻ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാവണം. പൊതുജനങ്ങൾക്ക് ഇതറിയാനുള്ള അവകാശമുണ്ട്. ഇത്തരം മുഖ്യമന്ത്രിയുടെ മൗനം ഈ വിഷയത്തിൽ അൻവർ പറയുന്നത് ശരിയാണെന്ന് സമ്മതിക്കുന്ന തുല്യമാണ്. അതുകൊണ്ട് ഇത്രയും ഗുരുതരമായ സംസ്ഥാനത്ത് നടക്കുന്ന ഗുരുതരമായ അടിയന്തരാവസ്ഥയിലും മോശം കാലഘട്ടത്തിലൂടെയാണ് സംസ്ഥാനത്തെ പോലീസ് സംവിധാനം പോകുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നത് ADGP-ക്കെതിരെ ദാവൂദ് ഇബ്രാഹിമിനെ റോൾ മോഡലാക്കി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഫീസ് വർധന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. HMC അധികൃതർക്കെതിരെയും ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെതിരെയും യൂത്ത് കോൺഗ്രസ് രൂക്ഷ വിമർശനം നടത്തി. KPCC മെമ്പർ VA കരീം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു ഏനാന്തി അധ്യക്ഷത വഹിച്ചു. ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി TMS ആസിഫ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അർജുൻ, മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഫിറോസ് മയന്താനി, രാഹുൽ പാണക്കാടൻ, കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ പട്ടിക്കാടൻ ഷാനവാസ്, മൂർഖൻ മാനു, റനീഷ് കവാട എന്നിവർ സംസാരിച്ചു. ഗിരീഷ് മുളൂർ മഠത്തിൽ, പർവീസ് ചന്തക്കുന്ന്, സുകേഷ്, സയ്യിദ് അലവി, ബാവ, അക്ബർ, ഉബൈദ്, സമീർ, രാജേഷ്, അനുരൂപ്, സൽമാൻ, സദ്ദാം ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സേവനങ്ങൾക്കുള്ള ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് DYFI ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തും HMC-യും നടത്തുന്നത് പകൽ കൊള്ളയാണെന്നും ഫീസ് വർധനവ് പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും DYFI ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സേവനങ്ങൾക്കുള്ള ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതിനെ ന്യായീകരണമായി ജില്ലാ പഞ്ചായത്തും HMC-യും പറയുന്നത് ജില്ലയിലാകെ ജില്ലാ ആശുപത്രിയിലെ ഫീസ് ഏകീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ HMC തയ്യാറായത് എന്നാണ്. ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ഒരു പ്രത്യേകത, ഇത് സാധാരണക്കാരും ഈ നിലമ്പൂർ മേഖല എന്ന് പറയുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരും ആദിവാസികളും അടക്കമുള്ള
ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അത്തരത്തിലുള്ള ആളുകളാണ് ഈ ജില്ലാ ആശുപത്രിയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാവപ്പെട്ട മനുഷ്യരോടുള്ള, ആ സാധാരണക്കാരായ മനുഷ്യരോടുള്ള വെല്ലുവിളിയായിട്ടാണ് ജില്ലാ പഞ്ചായത്തും HMCയും ഇത്തരത്തിൽ ഈ ഫീസ് വർദ്ധിപ്പിക്കാനുണ്ടായ തീരുമാനമെടുത്തിട്ടുള്ളത്. 5 രൂപയായിരുന്ന ജനറൽ OP ടിക്കറ്റിന് 10 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാഷ്വാലിറ്റിയിലെ ഫീസ് 10 രൂപയായിട്ടുള്ളത് 20 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒന്നാണ് നിലമ്പൂരിലെ കാഷ്വാലിറ്റി. അത്യാഹിതമായി വരുന്ന ആളുകൾക്ക് അവരുടെ OP ടിക്കറ്റ് എടുക്കുവാനുള്ള ഫീസ് 10 നിന്ന് 20 ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു HMC ആയിരുന്നെങ്കിൽ ആ കാഷ്വാലിറ്റിയിലെ ഫീസ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ OP ടിക്കറ്റ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഗേറ്റ് പാസ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു HMC ഇവിടെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഫീസ് വർദ്ധിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഈ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ഈ നാട്ടുകാരോടുള്ള വെല്ലുവിളിയാണ്, ഈ ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികളോടുള്ള വെല്ലുവിളിയാണ്. വരും ദിവസങ്ങളിൽ ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ HMCയോ ജില്ലാ പഞ്ചായത്തും തയ്യാറായിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നിലമ്പൂരിലെ DYFI നേതൃത്വം കൊടുക്കും. അതിനുള്ള എല്ലാ ശേഷിയുമുള്ള സംഘടനയാണ് നിലമ്പൂരിലെ DYFI എന്ന് അടിവരയിട്ട് HMCയോടും ജില്ലാ പഞ്ചായത്തിനോടും DYFI എന്ന രീതിയിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. 5 രൂപയുണ്ടായിരുന്ന OP ടിക്കറ്റ് 10 രൂപയായി വർദ്ധിപ്പിച്ചു. 10 രൂപയായിരുന്ന കാഷ്വാലിറ്റി OP 20 രൂപയാക്കി. 5 രൂപയായിരുന്ന ഗേറ്റ് പാസിന് 20 രൂപയാക്കി. ഈ വർധനവ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുന്ന നിലമ്പൂരിലെ സാധാരണക്കാരോടും പാവപ്പെട്ടവരോടുമുള്ള വെല്ലുവിളിയായിട്ടേ കാണാൻ സാധിക്കൂ. ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും DYFI ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് DYFI വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകുമെന്നും മുന്നറിയിപ്പ് നൽകി. ജോയിന്റ് സെക്രട്ടറി ദീപക്, ജുനൈസ്, നവാസ്, റഫീഖ്, ആനന്ദ്, ലെനിൻ സുരാജ്, റിയാസ് കാവാട് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് തുടങ്ങുന്ന നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാതയിൽ നിലവിലെ 2 ക്രോസിംഗ് സ്റ്റേഷനു പുറമെ പുതിയ 2 കൂടി സ്ഥാപിക്കാൻ നടപടി തുടങ്ങി. കുലുക്കല്ലൂരിലും മേലാറ്റൂരിലുമാണ് ഇവ വരുക. ഇവർക്ക് റെയിൽവേ ടെൻഡർ ക്ഷണിച്ചു. പാതയിൽ ഒരേ സമയം കൂടുതൽ ട്രെയിനുകൾ കടന്നു പോവാൻ സൗകര്യമൊരുക്കുന്നതാവും കുലുക്കല്ലൂർ മേലാറ്റൂർ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ വരവ്. കുലുക്കല്ലൂരിൽ 9.01 കോടിയും മേലാറ്റൂരിൽ 8.04 കോടി രൂപയുമാണ് പദ്ധതിക്കായി ചിലവിടുക. നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കും. 66 കിലോമീറ്റർ ദൂരമാണ് നിലമ്പൂർ ഷൊർണൂർ പാതയ്ക്ക്. അങ്ങാടിപ്പുറത്തും വാണിയമ്പലത്തും മാത്രമാണ് നിലവിൽ ക്രോസിംഗ് സ്റ്റേഷനുകൾ ഉള്ളത്. ഒറ്റവരി പാതയായതിനാൽ ട്രെയിനുകൾക്ക് പരസ്പരം കടന്നു പോകാൻ ഏറെ ദൂരം ചെന്ന ശേഷമേ സാധിക്കൂ. ഇതിനായി ട്രെയിനുകൾ ക്രോസിംഗ് സ്റ്റേഷനിൽ കൂടുതൽ നേരം പിടിച്ചിടുകയാണിപ്പോൾ. അതിലുപരി പുതിയ പാസഞ്ചർ ട്രെയിനുകൾക്ക് അനുവദിക്കുന്നതിനും തടസ്സമുണ്ട്. പരസ്പരം ക്രോസ് ചെയ്ത് പോകുവാൻ വേണ്ടത്ര സ്റ്റേഷനുകളില്ലെന്നാണ്. ഇനി ഷൊർണൂരിൽ നിന്നും 14 കിലോമീറ്റർ ദൂരം പിന്നിട്ടാൽ കുലുക്കല്ലൂർ, അവിടെ നിന്നും 13 കിലോമീറ്റർ ദൂരം കഴിഞ്ഞാൽ അങ്ങാടിപ്പുറം, വീണ്ടും 12 കിലോമീറ്റർ ദൂരം പിന്നിട്ടാൽ മേലാറ്റൂർ, 15 കിലോമീറ്റർ പിന്നിട്ടാൽ വാണിയമ്പലം എന്നിങ്ങനെയാണ് ഇതോടെ ക്രോസിംഗ് സൗകര്യം വരിക. 2 ക്രോസിംഗ് സ്റ്റേഷനുകൾ കൂടി യാഥാർത്ഥ്യമായാൽ 4ഇടത്ത് വച്ച് ട്രെയിനുകൾക്ക് പരസ്പരം കടന്നു പോകാം. കൂടുതൽ ട്രെയിനുകളെ ഒരേ സമയം ഈ പാതയിൽ കടത്തിവിടാനാവുമെന്നാണ് പ്രത്യേകത. പാസഞ്ചർ ട്രെയിനുകൾക്ക് പുറമെ അങ്ങാടിപ്പുറത്തെ FCI ഗോഡൌണിലേക്ക് ഗൂഡ്സ് ട്രെയിനുകൾ വരുന്നത് കൊണ്ട് പലപ്പോഴും യാത്രാവണ്ടികൾ പിടിച്ചിടേണ്ട സ്ഥിതിയുണ്ട്. 2 സ്റ്റേഷനിൽ കൂടി ക്രോസിംഗ് സൗകര്യമാവുന്നതോടെ കൂടുതൽ യാത്രാവണ്ടികൾക്കും സാധ്യതയായി. 1.175 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതിക്ക് 13 മാസം കഠിന തടവും 11,000 രൂപ പിഴയും ശിക്ഷ. ചോക്കാട് മമ്പാട്ടുമൂല കണ്ണുമ്മൽ സൈഫുദ്ദീനെതിരാണ് മഞ്ചേരി NDPS കോടതി ശിക്ഷ വിധിച്ചത്. 2002 സെപ്റ്റംബർ 1 നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സമീപം റോഡരികിൽ വെച്ച് കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലാണ് മഞ്ചേരി NDPS കോടതി ജഡ്ജ് MP ശിക്ഷ വിധിച്ചത്. നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ KT സജിമോനും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P സുരേഷ് ഹാജരായി. നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറാണ് കേസന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അമരമ്പലം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് വാഹനം വാങ്ങുന്നതിനായി നടത്തിയ ബിരിയാണി ചലഞ്ച് സമാപിച്ചു. 4 ദിവസങ്ങളിലായാണ് ചലഞ്ച് നടന്നത്. അമരമ്പലം പഞ്ചായത്തിലെ 19 വാർഡുകളെ 4 ഘട്ടമായി തിരിച്ചാണ് ചലഞ്ച് നടന്നത്. 10,000-ഓളം ബിരിയാണികളാണ് ചലഞ്ചിന്റെ ഭാഗമായി വിതരണം ചെയ്തത്. അമരമ്പലം പഞ്ചായത്ത് കുടുംബശ്രീയാണ് ചലഞ്ച് ഏറ്റെടുത്ത് നടത്തിയത്. ഇതോടെ അമരമ്പലം പ്രതീക്ഷ ബഡ്സ് സ്കൂളിന് വാഹനം വാങ്ങാനാകും എന്ന പ്രതീക്ഷയിലാണ്
സംഘാടകർ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, മെമ്പർമാർ, CDS ചെയർപേഴ്സൺ മായ ശശികുമാറിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ, മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ വിവിധ യൂണിറ്റ് അംഗങ്ങൾ, പഞ്ചായത്ത് പരിധിയിലെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ICC ക്ലബ്, സൺറൈസ് റണ്ണേഴ്സ് ക്ലബ് അംഗങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ ചലഞ്ചുമായി സഹകരിച്ചു. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ദുരന്തത്തിൽ വിവിധ മേഖലകളിൽ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിച്ച കരുളായിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും കരുളായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആമിർ പൊറ്റമൽ ഉദ്ഘാടനം ചെയ്തു. കരുളായി കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് കരുളായി മണ്ഡലം പ്രസിഡന്റ് ഷംസീർ കല്ലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരുളായി ആദരവിന്റെ വിതരണോദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് മാസ്റ്റർ മുഖ്യ സന്ദേശം നൽകി. മഹിളാ കോൺഗ്രസ് ഷീബ പുഴികുത്ത്, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിനേഷ്, കബീർ, ആഷിഖ് എന്നിവർ സംസാരിച്ചു. ജോൺസൺ സ്വാഗതവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി അൻഷിദ് നന്ദിയും പറഞ്ഞു. ആതുര സേവന രംഗത്ത് മികവാർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ വെൽനസ് പോളിക്ലിനിക്. ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി, ഫാർമസി, ECG, പ്രൊസീജിയർ, നെബുലൈസേഷൻ, ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാമായി വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ. വെൽനസ് പോളിക്ലിനിക്, മെയിൻ റോഡ്, ചക്കാലക്കുത്ത് ജംഗ്ഷൻ, നിലമ്പൂർ. ഫോൺ 9495992276 9495222944. ഓണം വന്നോണം വന്നോണം വന്നേ, പൊന്നോണത്തുമ്പികൾ പാറി വന്നേ, ചന്ദ്രൻ വീട്ടിലെ പട്ടിന്റെ ചേലുകൾ തുമ്പപ്പുമേയില് പൂത്തു നിൽക്കുന്നേ. ആവണിയിൽ മാനത്ത് നെയ്യുന്ന ആടുകൾ ശോഭികയിൽ, പൂവണിയും പൊൻപസമെല്ലാം ശോഭിക തൻവഴിയിൽ. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. നേത്രപരിചരണം വിശ്വസ്തമായ കൈകളിൽ. ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ. നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സാ ചെലവിൽ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഫോൺ 04931221501. മഹാറാണി ഗ്രൂപ്പിന്റെ 33-ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും 50% വരെ പണിക്കൂലിയിൽ കിഴിവ്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ 30% വരെ കിഴിവ്. ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം. ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ബമ്പർ സമ്മാനം 100 പവൻ, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക് 2.25 കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. KPSTA നിലമ്പൂർ ഉപജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പും അനുമോദന സദസ്സും നിലമ്പൂർ കരിമ്പുഴ GLP സ്കൂളിൽ വെച്ച് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K സന്തോഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് D റൂഫൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ KV ക്ലാസ് എടുത്തു. വികലമായ കരിക്കുലവും പാഠപുസ്തകങ്ങളും പിൻവലിച്ച് കാലാനുസൃതമായ മികവോടെ പൊതുസമൂഹത്തെ വിശ്വാസത്തിലെടുക്കുന്ന പാഠ്യപദ്ധതി വേണമെന്ന് NIS പരീക്ഷകൾ തെളിയിക്കുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. USS SSLC +2 പ്രതിഭകളെ ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് മൊമന്റോ നൽകി അനുമോദിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ബെന്നി മാത്യു, പ്രശാന്ത് PP, ശ്രീജിത്ത്, സുബൈർ VP, O ശശിധരൻ, മാത്യു J ഫിലിപ്പ്, ഷൈജു K എബ്രഹാം എന്നിവർ സംസാരിച്ചു. സബ് ജില്ലാ സെക്രട്ടറി രാജീവ് K സ്വാഗതവും ട്രഷറർ സൂസൻ മെർലി നന്ദിയും പറഞ്ഞു. പോത്തുകല്ലിലെ കുട്ടിപ്പാട്ടുകാരി ആതിരയ്ക്കായി പ്രവാസി നിർമ്മിച്ച വീട് സമർപ്പിച്ചു. ഖത്തർ വ്യവസായിയും ഏബിൾ ഗ്രൂപ്പ് ചെയർമാനുമായ മുൻസി ബഷീറാണ് വീട് വെച്ച് നൽകിയത്. MP ET മുഹമ്മദ് ബഷീർ താക്കോൽദാനം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, നാസർ സ്രാമ്പിക്കൽ, സലൂബ് ജലീൽ, ഷറഫുന്നീസ, മനോജ് ജോസഫ്, ദിലീപ് സ്രാമ്പിക്കൽ, CV മുജീബ്, ബിജു വർഗീസ്, MA ജോസ്, ബാപ്പുട്ടി കുരിക്കൾ, ഫാമിലി അലി, നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. INTUC, CITU, STU,
AITUC, BMS തുടങ്ങിയ യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വിദ്യാ കോളേജിൽ വിളിച്ചു ചേർത്ത യോഗം പ്ലാന്റേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹസൻ പുല്ലങ്കോട് ഉദ്ഘാടനം ചെയ്തു. അമരമ്പലം സംയുക്ത ട്രേഡ് യൂണിയൻ ചെയർമാൻ അമീർ വള്ളിക്കാടൻ അധ്യക്ഷത വഹിച്ചു. അമരമ്പലം പ്ലാന്റേഷൻ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്ലാന്റേഷൻ മേഖലയിൽ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അമരമ്പലം റബ്ബർ കർഷക സംഘം പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് കത്ത് നൽകിയിരുന്നു. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഏറെക്കുറെ അംഗീകരിക്കുകയും മരം ഒന്നിന് 2 വർഷം മുൻപ് പുതുക്കിയ 2 രൂപയിൽ നിന്നും 2 രൂപ 40 പൈസ എന്ന തോതിൽ നൽകുവാനും തീരുമാനിച്ചു. ടാപ്പിംഗ് മേഖലയിൽ നേരിടുന്ന പ്രയാസങ്ങൾ കർഷക സംഘം നേതാക്കളെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വേതനം പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു. പരിപാടിയിൽ യൂണിയൻ കൺവീനർ വാസുദേവൻ, അബ്ദുള്ള ഹാജി, രവീന്ദ്രൻ, രാമചന്ദ്രൻ, KM കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഹോംബുക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ക്യാമ്പസ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പോസ്റ്റ് ഓഫീസിന് എതിർവശം കല്ലായി ആർക്കേഡിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പ്രൊഫഷണൽ സ്കില്ലുള്ള ആളുകളെ വാർത്തെടുക്കുന്ന സംവിധാനത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നത്. പല ആളുകളും ബികോമോ മറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും, പക്ഷേ അവർക്ക് ശരിയായ രീതിയിൽ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങോ പരിശീലനമോ സ്കിൽസോ ഒന്നും ലഭ്യമല്ലാത്ത രീതിയിലാണ് അവർ പഠിച്ചു കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് മാറ്റം എന്നുള്ള രീതിയിൽ അവരെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് അവർ ടെക്നിക്കൽ സ്കിൽസ് പഠിപ്പിച്ച് നല്ല രീതിയിൽ വാർത്തെടുത്ത് നാടിനും സമൂഹത്തിനും രാജ്യത്തിനൊക്കെ ഗുണകരമായ രീതിയിലുള്ള മക്കളെ വാർത്തെടുക്കുന്ന ഒരു പദ്ധതിയുടെ സംരംഭമായിട്ടാണ് ഈ സംരംഭകർ ഇവിടെ ഉദ്ദേശിച്ച് ഹോബോ എന്ന പേരിൽ നാമകരണം ചെയ്ത് നിരവധി കോഴ്സുകൾ തന്നെ ഇവിടെ നടത്തുന്നത്. ദിവ എന്ന പേരിൽ ഡിപ്ലോമ ഇൻ വർക്ക് ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ടിങ് 5 മാസത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന കോഴ്സാണ്. അതുപോലെ PG ദിവ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വർക്ക് ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ടിങ് 6 മന്ത്സ്. അത് രണ്ടും ഇന്ത്യൻ UOP ബേസ് ചെയ്തിട്ടുള്ള കോഴ്സാണ്. മറ്റൊന്ന് ഫോറിൻ അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഒക്കെ ബേസ് ചെയ്ത് ട്രെയിനിങ്ങും മറ്റും നൽകുന്ന ഒരു കോഴ്സാണ് PG ദിവ F+ എന്നൊരു പേരിൽ അറിയപ്പെടുന്നത്. അതും 8 മാസത്തെ കോഴ്സുകൾ. അപ്പോൾ ഇത്തരം കോഴ്സുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചിറങ്ങി സമൂഹത്തിനും രാജ്യത്തിനും ഗുണകരമായ രീതിയിൽ മാറ്റിയെടുക്കുന്ന സമ്പ്രദായ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിമറിക്കേണ്ടതുണ്ട്. ഇവർക്ക് തന്നെ CA CMA കോഴ്സ് പോലെയുള്ള കണ്ടക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിൽ വരുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അള്ളാഹു അത് വിജയിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്ക് വിട്ടുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. രാജ്യസഭ MP PV അബ്ദുൽ വഹാബ് മുഖ്യാതിഥിയായി. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു കുട്ടി ഏത് ഡിഗ്രി എടുത്താലും ചില എക്സെപ്ഷൻസ് ഉണ്ടാവും. MBBS അങ്ങനെ പോലെ ചില കോഴ്സുകൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നേരെ സമൂഹത്തിലേക്ക് ഇറങ്ങാനും എന്തെങ്കിലും പണം നേടാനും സാധിക്കുന്ന കോഴ്സുകൾ ഈ കുറച്ച് കോഴ്സുകളെല്ലാം ഒന്നുമില്ല. എല്ലാത്തിനും നമുക്ക് എൻ്റെ ഒരു എംപ്ലോയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അനുഭവത്തിൽ ഒരു 10,000-10,000 ആൾക്കാർ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കുഴപ്പം, നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ നല്ല ജോലി ചെയ്യും, എല്ലാവരും അവരെ പ്രശംസ ഉന്നതത്തിലെത്തും. പക്ഷേ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് തീർക്കാനുള്ള സോഫ്റ്റ് സ്കില്ലുണ്ട്. പിന്നെ BCom പറഞ്ഞ പോലെ BCom MCom കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചത് എൻ്റെ ബാലൻസ് ഷീറ്റ് ഒന്ന് പഠിച്ചതാ എന്ന് പറഞ്ഞാൽ 99% കുട്ടികൾക്കൊന്നും സാധിക്കാത്ത ചുറ്റുപാടാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളവും കേന്ദ്രവും ഒക്കെ പുതിയ പുതിയ പരിപാടികൾ ആവിഷ്കരിക്കുന്നു. 3 കൊല്ലം ഡിഗ്രി എന്നുള്ള 4 കൊല്ലമാക്കുന്നു. ഇതിൻ്റെ ആവശ്യം തന്നെയാണ് ഈ അവസാനത്തെ വർഷം ഇൻറ്റേൺഷിപ്പൊക്കെ ഈ ജോലിയുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ വീണ്ടും അവർ 6 മാസം 1 കൊല്ലമൊക്കെ ഫിനിഷിംഗ് സ്കൂളിലേക്ക് അയക്കുന്ന ചുറ്റുപാടാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി ഇപ്പം നമ്മുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ
നമുക്ക് വേണ്ടത് എന്താണോ, മാർക്കറ്റിന് വേണ്ടത് എന്താണോ അത് തിരഞ്ഞു പിടിച്ച് അതിന് കോച്ചിങ് കൊടുത്ത് അതിനൊരു ഫിനിഷിംഗ് സ്കൂളായിക്കൊണ്ട് 4-5 മാസം കൊണ്ട് അവരെ ഈ ഇന്റർവ്യൂവിന് പ്രാപ്തരാക്കാനാണ്. ഹോബോ ഡയറക്ടർ വലീദ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ഷാനവാസ്, നഗരസഭ 3-ാം ഡിവിഷൻ കൌൺസിലർ റഹ്മത്തുള്ള ചുള്ളിയിൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ, ഹോബോ ഡയറക്ടർമാരായ CA ഷമീം, ഹസീന തുടങ്ങിയവർ സംസാരിച്ചു. ഹോബോ മാനേജിംഗ് ഡയറക്ടർ ഷാഹിൽ സ്വാഗതവും ഡയറക്ടർ സഫർ ഇഖ്ബാൽ നന്ദിയും പറഞ്ഞു. അക്കൌണ്ടിംഗ് വിദ്യാഭ്യാസ രംഗത്ത് 4 വർഷമായി നിലമ്പൂരിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന എമിനറ്റ് പ്രൊഫഷണൽ ക്യാമ്പസിന്റെ സഹോദര സ്ഥാപനമാണ് ഹോബോ എന്ന ചുരുക്കപ്പേരിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം ബുക്ക് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ക്യാമ്പസ്. 5 മാസ കോഴ്സായ ഡിപ്ലോമ ഇൻ വർക്ക് ഇന്റഗ്രേറ്റഡ് അക്കൌണ്ടിംഗ്, 6 മാസ കോഴ്സായ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വർക്കിംഗ് ഇന്റഗ്രേറ്റഡ് അക്കൌണ്ടിംഗ്, 8 മാസ കോഴ്സായ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വർക്ക് ഇന്റഗ്രേറ്റഡ് അക്കൌണ്ടിംഗ്, 4+, തുടങ്ങിയ കോഴ്സുകളാണ് ഹോബോയിൽ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചത്. 100% ജോലി ഗ്യാരണ്ടിയും ലോകോത്തര പ്രൊഫഷണൽ എഡ്യൂക്കേഷനും 100% വർക്ക് ഓറിയന്റഡും മികച്ച CA, CMA അധ്യാപകർ നയിക്കുന്ന ക്ലാസുകളും സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങുമാണ് ഹോബോയുടെ പ്രത്യേകത. STED കൌൺസിൽ സർട്ടിഫിക്കറ്റ്, 6 മാസ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ജൈൻ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, UAE ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഹോബോ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റുകളാണ് കോഴ്സുകൾ പൂർത്തിയാകുന്നതോടെ ഹോബോയിൽ നിന്നും ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി 7034080163 അല്ലെങ്കിൽ 7034080263 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.